ദ്വീപിലേക്ക് പ്രോഗ്രാമിന് പോകാൻ വേണ്ടി വന്ന ഗ്യാപ്പിൽ ഒന്ന് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, സ്യൂട്ട് റൂമിൽ ഇങ്ങനെ കിടക്കുകയാണ് ഉസ്താദ്, വിളിച്ച് അടുത്തിരിക്കാൻ പറഞ്ഞു. ഇരുന്നില്ല എന്നുള്ള കോലത്തിൽ ഞാൻ ആ ബെഡിലിരിക്കുകയാണ്. മന്ത്രായി ഉസ്താദ് ചോദിച്ചപ്പോൾ ഞാൻ എന്റെ ചില വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഉടൻ പറയാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് പത്തിരി ഇഷ്ടമാണോ എന്നോട് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു, പത്തിരി ഇഷ്ടമാണ് ഉസ്താദെ. പത്തിരിക്ക് എന്ത് കറി കൂട്ടി കഴിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം? ഞാൻ ഉടനെ പറഞ്ഞു, ബീഫ് കറിയാണ്. ബീഫിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കാറുണ്ടോ എന്നോട് ചോദിക്കുകയാണ്. പത്തിരി കൊണ്ടുവന്ന് വെച്ചാൽ ബീഫിന് വേണ്ടി കാത്തിരിക്കാറുണ്ടോ? ഉണ്ട്. ഇനി അങ്ങനെ ചെയ്യരുത്. പത്തിരിക്ക് ബഹുമാനമുണ്ട്, പത്തിരി സ്വർഗത്തിൽ നിന്നുള്ളതാണ് എന്നിങ്ങനെ പറയാം. പത്തിരി കൊണ്ടുവന്ന് വെച്ചിട്ട് നിങ്ങൾ ബീഫിന് കാത്തിരുന്നാൽ ബഹുമാനം ബീഫിനാവും, പത്തിരിക്ക് ബഹുമാനം കുറയും. പത്തിരി കിട്ടിയാൽ ആദ്യം കുറച്ച് അതിനടുത്ത് കഴിക്കണം, കുട്ടികൾക്കൊക്കെ കൊടുക്കണം, അതിനെ ബഹുമാനിക്കണം എന്നിങ്ങനെ മന്ത്രിയായ ഷെയ്ഖുന എന്നോട് പറയാണ്. ഇത് കഴിഞ്ഞ ഉടൻ തന്നെ കിടന്നുകൊണ്ട് താടി ഒന്നിങ്ങനെ പിടിച്ച് മിനുക്കി രംഗം ഇങ്ങനെ ആലോചിക്കുകയാണ്. കൈ ഇങ്ങനെ വീശിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ വയലുകളൊക്കെ കണ്ടിട്ടില്ലേ? ഉണ്ട് സാറേ, ഇതുപോലെ സുന്ദരമായ വയലുകളൊക്കെയുള്ള മനോഹരമായ ഒരു ഗ്രഹമുണ്ട്. ഭൂമിയെപ്പോലെ ഇരിക്കും. അവിടെ നിന്നാണ് ഇവിടെ പത്തിരിയായി മാറേണ്ട അരിമണികളുടെ വിത്ത് വരുന്നത്. സ്വർഗത്തിന്റെ വിഭവമാണ് പത്തിരി എന്ന് ഉസ്താദ് പറഞ്ഞു വെക്കുകയാണ്. 2010 ഏപ്രിൽ മാസത്തിലാണ് ഇതെന്നോട് പറഞ്ഞത്. ഇതിനുശേഷം വിവിധ വേദികളിൽ ഞാൻ കുട്ടികളൊക്കെ സംസാരിക്കുമ്പോൾ, മുജാഹിദീങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശൈഖുന കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ഭൂമിയെ പോലെ ഒരു ഗ്രഹമുണ്ട്, അവിടെ നിന്നാണ് പത്തിരി വരുന്നത് കേട്ടോ. നിങ്ങളൊക്കെ കമ്പ്യൂട്ടർ നോളജ് ഉള്ളവരൊക്കെ സോഫ്റ്റ്വെയർ ഒക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തിട്ട് എഴുതി വെക്കണം, ഭൂമിയെ പോലെ ഗ്രഹമുണ്ട് ശൈഖുന കാന്തപുരം. നാളെ ഇത് ആരെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും. എന്നിട്ട് എന്റെ ഉസ്താദ് പറഞ്ഞിട്ട് നമുക്ക് പുറകെ വന്നിട്ട് കാര്യമില്ല, ഇപ്പോൾ തന്നെ എഴുതി വെച്ചോ എന്നൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് വിവിധ വേദികളിൽ. നിങ്ങൾ അറിയണം, 2010 ഇത് പറഞ്ഞെങ്കിൽ 2011 ഡിസംബർ മാസത്തിലാണ് സുന്ദരമായ പത്രവാർത്ത നാം വായിച്ചു, ഭൂമിയെ പോലെ ഗ്രഹം കണ്ടെത്തി. കെപ്ലർ 22b. ചിന്തിക്കണം, കെപ്ലർ 22b ഭൂമിയെ പോലെ ഗ്രഹം കണ്ടെത്തി 2011 ഡിസംബറിൽ. പറഞ്ഞിട്ട് 1.5 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോ പറയും, നിങ്ങളീ പറയുന്ന ശാസ്ത്രം മുഴുവനും ഏതെങ്കിലും സമയത്തൊക്കെ ശാസ്ത്രം കണ്ടെത്തും, എന്നിട്ട് പറയും ഖുർആനിൽ അതുണ്ട് ഇതുണ്ടെന്ന് പറയും. ശാസ്ത്രം കണ്ടെത്തണം മുമ്പെല്ലാം പറയാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഒരുപക്ഷെ ഈ സദസ്സിന് വന്നേക്കാം. പറയാൻ പറ്റും. ശൈഖുന കാന്തപുരം പറഞ്ഞു, 2010 പറഞ്ഞ സംഭവം 11 ഡിസംബറിലാണ്. 1.5 കൊല്ലത്തിന് ശേഷമാണ് ലോകം കണ്ടത്. ഒരു ഭൗതികൻ എന്ന നിലയിൽ വിഷയങ്ങൾ ശരിക്കും പഠിക്കുന്നുണ്ട്, ഇവൻ പഠിക്കുന്നുണ്ട്, ആളുകളെയും പഠിക്കുന്നുണ്ട്, പ്രസ്ഥാനങ്ങളെയും പഠിക്കുന്നുണ്ട്. പഠിച്ച് തിരിച്ചറിഞ്ഞടുത്തതാണ് സംഘടനയോട് ഒന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. ഗൗരവത്തോടെ നാം മനസ്സിലാക്കണം. അതിനുശേഷം 2011 ഈ വാർത്ത കൊണ്ട് പിറ്റേ ദിവസം ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു, നിങ്ങൾ പണ്ട് ഇങ്ങനെ പ്രസംഗ വേദികളിലൊക്കെ പറഞ്ഞു കേട്ടിരുന്നല്ലോ, പിന്നെ പത്തിരി ഭൂമി ഇങ്ങനെയൊക്കെ പറയാനുണ്ടല്ലോ, എന്താ സംഭവം ഒന്നൊരു പറയാനാണ്. അപ്പൊ ഞാനത് വിശദീകരിച്ചു കൊടുത്തു. ഉടൻ തന്നെ ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആസാദ് ഹാജി, കൽക്കര ഉസ്താദിന്റെ സ്ഥാപനത്തിന്റെ ഡയറക്ടർ ബോർഡ് അംഗമാണ്, അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ തന്നെ എപി ഉസ്താദിനെ എന്ന് വിളിക്കണം, എന്നിട്ട് ചോദിക്കണം, 1.5 കൊല്ലം കൊണ്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പൊ അത് വാർത്തയായിട്ട് വന്നിട്ടുണ്ട്, എന്താ അതിനെപ്പറ്റി ഉസ്താദിന് പറയാനുള്ളത്, കൂടുതൽ എന്തെങ്കിലും കിട്ടിയാൽ എന്നോട് പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞപ്പോ ആസാദ് ഹാജി പറയാൻ, അൽഹംദുലില്ലാ, ഞാൻ പിന്നെ മടവൂര് സിയാറത്ത് കഴിഞ്ഞ് വരുന്ന വഴിയാണ്, അങ്കമാലി എത്തിയിട്ടുണ്ട്, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചിട്ട് നിങ്ങൾ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞിട്ട് മൂപ്പരെ വിളിച്ചിട്ട് ഉസ്താദിനോട് സംസാരിച്ചു. കാന്തപുരം ഉസ്താദ് ഈ വിഷയം കേട്ടപ്പോ എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പൊ പറയണേ, ഉസ്താദ് നീട്ടി ഒന്നൊന്ന് ചിരിച്ചു, എന്നിട്ട് പറഞ്ഞത്രേ, ഇനിയും എന്തൊക്കെ തെളിയാൻ കിടക്കുന്നു വിശുദ്ധ ഖുർആനിൽ നിന്ന്. ചിന്തിക്കണം, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ അഗാധമായ അറിവാണ്. ഭൂമിയെ പോലെ ഗ്രഹമുണ്ടെന്ന് ശൈഖുന പറഞ്ഞ് 1.5 കൊല്ലത്തിന് ശേഷം അത് കണ്ടെത്തി. അത് കഴിഞ്ഞ് 2012 ഏപ്രിൽ എത്തിയപ്പോൾ വീണ്ടും പത്രവാർത്ത, ഭൂമിയെ പോലെ 8 ഗ്രഹങ്ങൾ വീണ്ടും കണ്ടെത്തി. ചിന്തിക്കണം.